പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, അതിനുള്ള യോഗ്യതകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് തിരുവചനം പറയുന്ന 10 ക്വാളിഫിക്കേഷൻ, 10 യോഗ്യത അത്യാവശ്യമായിട്ടും ഉണ്ടായെങ്കിലേ കർത്താവിൻ്റെ രാജ്യത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞും പഠിപ്പിച്ചുമായ ചില വിഷയങ്ങളും ചേർത്ത് നമുക്ക് പഠിക്കാം. ഈ പഠന വിഷയം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ മുന്നേറാം. നമ്മുടെ കർത്താവ് വരാറായി. അവൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നലെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ പോകുവാനുള്ള യോഗ്യതയുടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. ക്രിസ്തുവിലായിരിക്കുക എന്നാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് യോഗ്യനായെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. യോഗ്യനായിരിക്കുക. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് നൽകിയ മറുപടിക്കകത്തുള്ള ഒരു വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ് നമ്മൾ ഈ ഭാഗത്തെ ചിന്തയ്ക്കായിട്ട് ഏറ്റെടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ബൈബിൾ പറയുന്നു, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആ ശബ്ദം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് തൻ്റെ പുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ആ ശബ്ദം എഴുതുമ്പോൾ, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നാം യോഗ്യരായി തീരണം എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് കർക്കശമായ നിയമമുണ്ട്. യോഗ്യതയില്ലാത്ത ഒരാള് പോലും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ മധ്യാകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുവാൻ പറ്റുകയില്ല. നമുക്കറിയാം, ഭൂമിയിൽ എല്ലാ പൊസിഷനുകൾക്കും അതിൻ്റെതാകുന്ന യോഗ്യത ടെസ്റ്റ് പാസ്സാകണം. ആ കസേരയിൽ എത്തിച്ചേരുന്ന പൊസിഷൻ എത്തണമെങ്കിൽ ആ വ്യക്തിക്ക് യോഗ്യത ഉണ്ടായെങ്കിലേ അവിടെ എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം സ്വർഗീയ നിയമത്തിന്റെ പദ്ധതിയുടെ മഹത്വം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏജോമനായ ദൈവപുത്രന്റെ മടങ്ങി വരവിൽ യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനും അവിടുത്തെ രാജ്യത്തിൽ ചേരുകയില്ല. പ്രിയരെ, സഭയാം കുടുംബത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന വിശുദ്ധന്മാരെ യോഗ്യരാക്കി തീർക്കുവാൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരെ ഉപദേശകന്മാരായി നിയമിച്ചിരിക്കുന്നത്. സഭ, ദൈവത്തിന്റെ ജനം പെർഫെക്റ്റായി തീർന്ന് യോഗ്യതയുള്ളവരായി തീർന്ന്
അവർ ദൈവത്തിന്റെ രാജ്യത്തിൽ എത്തിച്ചേരണമെന്ന് ദൈവത്തിന്റെ തിരുവുള്ളത്തിന്റെ തിരുഹൃദയത്തിനകത്തുള്ള നിർണയമാണിത്. നമുക്ക് നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മോട് പറഞ്ഞത്, വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രവചനമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന വിപത്തിനെ ആത്മാവിൽ കണ്ട യേശു, അതിന്റെ 34-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ വിപത്താണിത്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതല്ല എൻ്റെ വിഷയം. സർവഭൂമിയിലും വരാൻ പോകുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒന്ന്, അത് വരുമെന്ന് നിശ്ചയമാണ്. എന്നാൽ 36-ാം വാക്യം നമ്മുടെ ചിന്താവിഷയം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം. ഇതൊക്കെ സംഭവിക്കും. ഇത് യാദൃശ്ചികമായിട്ട് വന്നതൊന്നുമല്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും സമൂഹത്തിലും സംഭവിക്കേണ്ടതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ മുന്നമേ രേഖപ്പെടുത്തി. ഇത് സംഭവിക്കും. എന്നാൽ ദൈവമക്കളാകും നമുക്ക് ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിവ് കിട്ടേണ്ടതിന്, അത് നമ്മൾ അകപ്പെടാതിരിപ്പാൻ, ആ ട്രാക്കിൽ അകപ്പെടാതിരിപ്പാൻ, പിശാചൊരുക്കുന്ന പദ്ധതിയിൽ അകപ്പെടാതിരിപ്പാൻ, ഈ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ അകപ്പെട്ട് നാമോ നമ്മുടെ തലമുറ തകർന്നു പോകാതിരിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മോട് ശക്തമായൊരു ദൈവിക ദൂത് തന്നിട്ടാ പോയിരിക്കുന്നത്. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഒന്ന്, നാം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, ഒഴിവുള്ളവരായി മാറണം. അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. നമ്മുടെ തലമുറ അതിൽ പെട്ടുപോകരുത്. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ തന്നിൽ പ്രത്യാശ വെച്ച വിശുദ്ധന്മാർ കാഹള ശബ്ദം കേൾക്കുമ്പോൾ എടുക്കപ്പെടേണ്ടതിന് അതിന് പെർഫെക്ഷൻ ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ എടുക്കപ്പെടേണ്ട 10 യോഗ്യതകളിൽ 2ാമത്തെ യോഗ്യതയാണ് യോഗ്യനായി തീരുക. അതിന് എന്താണ് ആധാരം? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം. ആ യോഗ്യത നമുക്ക് എങ്ങനെ ലഭിക്കും? അതിന് യേശു പറഞ്ഞത്, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അപ്പൊ നമ്മെ യോഗ്യമാക്കുന്ന കാര്യം എന്താണ്? പ്രാർത്ഥന. പ്രിയരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു, ശരിയാ. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിച്ചു, ശരിയാ. വചനപ്രകാരം പരിശുദ്ധാത്മാവ് അഭിഷേകം നാം പ്രാപിച്ചു നിത്യജീവനായി നാം യാത്ര ചെയ്യുന്ന വിശ്വാസത്തിൽ, അതും ശരിയാ. നാം ആരാധന മുടക്കാതെ പോവരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാ. പക്ഷെ പ്രാർത്ഥന ജീവനില്ലെങ്കിൽ, നമുക്ക് പ്രാർത്ഥിപ്പാൻ പേഴ്സണലായി കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ യോഗ്യത പ്രാപിപ്പാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പകൽ താൻ ശുശ്രൂഷ ചെയ്തു, രാത്രി മുഴുവൻ യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് അവോയ്ഡ് ചെയ്യുവാൻ, തള്ളിക്കളയുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വെള്ളം കുടിക്കണം, ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം, ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്സിജൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ്
മാറിയിരുന്നാൽ നമ്മൾ തീർന്നു പോകും. പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ യോഗ്യത ലഭിക്കത്തില്ല. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മെ യോഗ്യമാക്കുന്നത് പ്രാർത്ഥനയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? നിരന്തരം പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്റെ സ്ലീഹന്മാരോട് ആ കഷ്ടതയുടെ അനുഭവത്തിന് തൊട്ടു മുമ്പ് പരീക്ഷാവേളയിൽ അകപ്പെടാതിരിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്കുകൾ. ചാപ്റ്റർ 26 വേഴ്സ് 41. യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവൊരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രിയരെ, യേശു ശിഷ്യന്മാരോട് ഉപദേശിച്ചൊരു ഉപദേശമായത് തന്റെ മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോൾ പരീക്ഷ മുമ്പിൽ കണ്ടുകൊണ്ട് തന്റെ സ്ലീഹന്മാരോട്, തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു കൊടുത്തൊരു ഉപദേശമാ. പരീക്ഷ വരുന്നു, പ്രാർത്ഥിക്കണം. ഇതിനോട് ചേർത്ത ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. Blessed is a man who perseveres under trial, for once he has been approved, he will receive the crown of life. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബ് പറയുന്നു, നാം പരീക്ഷ സഹിക്കണം. പരീക്ഷയില്ലാതെ ഒരു വ്യക്തിക്ക് പ്രമോഷൻ ഇല്ല. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ: പിതാവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കും. നമുക്ക് ശിക്ഷയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയില്ലെങ്കിൽ, പ്രിയരെ, നമ്മുടെ വിശ്വാസം എവിടെയാണെന്നോ നമ്മൾ എവിടെ നിൽക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പരീക്ഷയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ചില ശോധനകൾ വരുന്നത്, ചില പ്രതിസന്ധികൾ വരുന്നത്, തിരുവെഴുത്ത് പറയുന്നു, അത് നന്മയ്ക്കായിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. തിന്മയ്ക്കല്ല. സകല ശോധനകളും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണ്. അതിന്റെ നടുവിൽ ഞരങ്ങിപ്പോകരുത്, അതിന്റെ നടുവിൽ പിറുപിറുത്തു പോകരുത്, അതിന്റെ നടുവിൽ പിന്മാറിപ്പോകരുത്. ഓരോ പരീക്ഷയും, ഓരോ എക്സാമും നിന്റെ ചവിട്ടുപടിയാണ്. വിശ്വാസത്തിന്റെ വീരനാകുന്ന അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ അവൻ ഫുൾ മാർക്ക് വാങ്ങിച്ചെന്നാ വായിക്കുന്നത്. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവം വന്നിട്ട് പറയുക അബ്രഹാമിനോട്, അബ്രഹാമേ, നീ എന്റെ സന്നിധിയിൽ നടക്കുക. വാക്യം ഒന്ന് നോക്കിക്കേ, എത്ര സന്തോഷമായൊരു വാക്യമാ. പക്ഷെ അബ്രഹാം അവിടെ കവിണ് വീണ് കരഞ്ഞെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് വല്ലതും പറയുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കംപ്ലൈന്റ് പറഞ്ഞേനെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. 24 വർഷം ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ട്
24-ാം വർഷം അബ്രഹാമിനോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുക, നീ എൻ്റെ മുമ്പാകെ നടക്കുക. നമ്മളോട് വല്ലതും പറഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞേനെ? കർത്താവേ, നമ്മളൊരു വലിയ കണക്കങ്ങോട്ട് പറഞ്ഞേനെ. പക്ഷെ നമ്മളവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാ, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം ഇന്ന് പകൽക്കാലവും പറയുന്ന, കുഞ്ഞേ, നിന്നെ പരീക്ഷയ്ക്ക് തകർത്ത് കളയാനൊന്നുമല്ല, നിന്റെ പരീക്ഷ നിനക്ക് പ്രമോഷൻ തരാനാ. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിന്റെ പരീക്ഷ നിന്റെ വിശ്വാസത്തിന്റെ മാറ്റൊരുക്കുന്ന സ്ഥലമാണ്. ആമേൻ. നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. പ്രൈസ് ദ ലോർഡ്. പിശാച് പറയും നീ തകർന്നു പോകുമെന്ന് വിശ്വസിക്കരുത്. നീ പരീക്ഷയിൽ അകപ്പെട്ട് തകർന്നു പോകുവാനല്ല, ദൈവം നിന്നെ അവിടുന്ന് പണിതെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ. നിന്നിൽ കൂടെ ദൈവിക പദ്ധതികൾ നിന്റെ തലമുറ കാണേണ്ടതിന്, നിന്റെ കൂട്ടുവിശ്വാസികൾ കാണേണ്ടതിന്, നിന്റെ സമൂഹം കാണേണ്ടതിന് ചില പരീക്ഷയിൽ കൂടെ നിന്നെ നടത്തി തകർക്കുവാനല്ല, അവൻ നിന്നെ പണിതെടുത്ത് നിത്യതയിലെത്തിക്കുവാൻ. ലോകത്തിന്റെ കറയും കളങ്കവും മാലിന്യവും കൂടാതെ തേജസ്സോടെ തനിക്ക് തന്നെ നിർത്തേണ്ട ഗ്രൂപ്പിൽ നിന്നെ എത്തിക്കുവാൻ ചില പരീക്ഷയിൽ കൂടെ കടത്തിവിടും. പ്രിയനേ, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിയണം. വേഗത്തിൽ നമുക്ക് പോകാം. യേശു പഠിപ്പിച്ചു, നിരന്തരം പ്രാർത്ഥിക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ചില പരീക്ഷയുണ്ട്. പരീക്ഷ സഹിച്ചാൽ നീ കൊള്ളാവുന്നവനായി തെളിയും. പരീക്ഷ സഹിക്കേണ്ട അബ്രഹാമിനോട് ദൈവം വന്നു പറയുക, പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പരീക്ഷയുടെ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് വന്നു പറയുക, അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നടക്കുക. ആ നടന്ന മനുഷ്യനോട് വന്നു പറയുക, ദൈവം ഇനിയും നടക്കാൻ. ആ വാക്ക് കേട്ടിട്ട് ദൈവത്തിന് മുമ്പിൽ കമിണ് വീണ് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു കൊണ്ടേയിരുന്നു. നീ കമിണ് വീഴുമെങ്കിൽ നീ ദൈവത്തോട് മത്സരിക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പ് നിന്നെ തന്നെ സമർപ്പിക്കും, ദൈവം നിന്നോട് സംസാരിക്കും. 18-ാം അധ്യായം നിന്റെ വാഗ്ദത്തമാണ്. 22 നിനക്കൊരു പരീക്ഷ വരുന്നുണ്ട്, പക്ഷെ അതിന് നിനക്ക് പൂർണ്ണ ജയം തരാൻ നിനക്ക് ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാം, വേഗത്തിൽ മടങ്ങി വരാം. 1 തെസ്സലോനിയ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുവാൻ വചനം നമ്മെ പഠിപ്പിക്കും. നിരന്തരം പ്രാർത്ഥിക്കണം. Pray without ceasing. നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവജനം നിരന്തരം പ്രാർത്ഥിക്കണം. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഈ പ്രൊഫഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നമ്മൾ അടുത്ത സബ്ജക്റ്റ് ചിന്തിക്കാം. ബൈബിളിൽ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഹോശയ്യ പ്രവാചകൻ. ഹോശയ്യ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഹോശയ്യ മുഖാന്തരം ഒരു മനുഷ്യനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് വാക്യത്തിന്റെ അർത്ഥം? He wept. അവൻ കരഞ്ഞു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ആരാണ് ആ മനുഷ്യൻ? നമ്മൾ വായിക്കുന്നത് ആ മനുഷ്യൻ യാക്കോബാകുന്നു. യാക്കോബ് തന്റെ സമ്പത്തുമായി ദൈവാലോചന കേട്ട് പിതാവിന്റെ രാജ്യത്തിലേക്ക്, ഭവനത്തിലേക്കും ദൈവിക വാഗ്ദത്തമാകുന്ന കനാനിലേക്കും മടങ്ങി വരുവാൻ തീരുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകം പറയുന്നു, തനിക്കുള്ള 2 ഭാര്യമാരെയും തന്റെ സമ്പത്തുകളെയൊക്കെ 2 ഗ്രൂപ്പാക്കി, ദാസിദാസന്മാരെ എല്ലാം ഗ്രൂപ്പുകളാക്കി, അലക് തനിക്ക് മുമ്പായി മാറ്റി നിർത്തിയിട്ട് അക്കരെ വിട്ടിട്ട് തനിക്കര ദൈവസന്നിധിയില് ഉൽപ്പത്തി പറയുന്നു മല്ല് പിടിച്ചു എന്ന് ഹോശയ്യ ആത്മാവിൽ പറയുന്നു. 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. കരഞ്ഞു.
ഒരു ചെറിയ കരച്ചിലല്ല. ഒരു മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു എന്നാണ് ഹോശേയ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. മല്ലു പിടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ റെസ്ലിംഗ് അല്ല ഇവിടെ ആത്മാവിൽ ഹോശേയ വിളിച്ചു പറയുന്നു, അവൻ പൊരുതി കരഞ്ഞു. പ്രിയനേ, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആഹാറിന്റെ പൈതലിന്റെ കരച്ചിൽ കണ്ടു, ഹന്നയുടെ കരച്ചിൽ കണ്ടു. അതേ ദൈവമക്കളാകുന്ന തന്റെ ജനത്തിന്റെ കരച്ചിൽ കാണുവാൻ ഇന്നും അവൻ ശക്തനായ ദൈവമാണ്. നിന്റെ കണ്ണുനീരിനും മറികടന്നു പോകുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. ഓൾ നൈറ്റ് പ്രയർ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞ് അവസാനം അവൻ പറയേണ്ടി വന്ന്, ഞാൻ യാക്കോബാണ്. ദൂതൻ പറഞ്ഞു, ഇനി നീ യാക്കോബല്ല, നിന്റെ പേര് മാറ്റുക, നീ ഇസ്രായേലാണ്. പ്രൈസ് ദ ലോർഡ്. അവനിനി പേടിക്കേണ്ട. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഇറങ്ങി വന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ഭയമില്ലാത്തവനായി ജീവിക്കാം. പ്രിയനേ, ചില കരച്ചിലും പരീക്ഷയൊക്കെ നിന്നെ പ്രമോഷൻ തരാനുള്ളതാ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ചിന്തിച്ച വേദഭാഗം വേഗത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. പ്രാർത്ഥന നിന്നെ യോഗ്യനാക്കും. എത്ര സമയം പ്രാർത്ഥിക്കാൻ കഴിയും? ആ സമയം നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് നമ്മെ യോഗ്യരാക്കും. പ്രാർത്ഥിക്കുന്നത് ചോദിക്കാത്തതായെന്നല്ല, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി നമ്മെ ഒരുക്കാൻ മതിയായതാ. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചാട്ട്, ഇടവിടാതെ പ്രാർത്ഥിച്ചാട്ട്, തന്നോട് രാത്രിയിലും പകലും തന്നോട് യാചിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യാൻ പോവുകയാ. നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നമ്മെ യേശുവിന്റെ വരവിനായിട്ട് ഒരുങ്ങും. ഇന്ന് പകലിൽ ചിന്തിച്ച വിഷയം മറന്നു പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കുക. ഈ ദിവസങ്ങൾ നാം ചിന്തിക്കുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമെങ്കിൽ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. നമുക്ക് യേശുവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥനയിൽ മുന്നേറാം. May God bless you.